ചൈന എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഷാങ്ഹായ് എന്ന് പറയുന്ന നഗരം. ആ ഷാങ്ഹായിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് സംഭവിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിന്ന നിൽപ്പിന് ഒരു റോഡ് ഇടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ റോഡാണ്, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ആൾക്കാരും വാഹനങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് പോവാണ്. ഇത് നടന്ന സംഭവമാണ്, AI ഒന്നുമല്ല. ഞാനിതിൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ ഇത് നടന്നതാണോ എന്ന് അന്വേഷിച്ച് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല സമാനമായ നിരവധി ദൃശ്യങ്ങൾ ചൈനയിൽ നിന്ന് സംഭവിച്ചത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താം. അതിനൊരു പ്രധാന കാരണമുണ്ട്. അതായത് ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വികസിതമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. അതിലുപരിയായിട്ട് ചൈന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കണോമിയാണ്. ചൈന അടിസ്ഥാന സൗകര്യ വികസനത്തിന് ലോകത്തിന് തന്നെ അത്ഭുതമോ മാതൃകയോ ഒക്കെയാണല്ലോ. അതായത് ഇവിടെ പലരും പറയാറുണ്ട് ചൈന നമ്മളെക്കാൾ 100 വർഷം മുന്നിലാണെന്നാണല്ലോ പറയുന്ന ഇന്ത്യക്കാരാണ് ചൈന എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ. നമ്മുടെ കേരളത്തിൽ അടുത്തിടെ നാഷണൽ ഹൈവേയുടെ ജോലി നടന്ന സമയത്ത് ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണ് അപകടങ്ങൾ ഉണ്ടായി. ഈ സൈഡ് വാളൊക്കെ ഇടിഞ്ഞു വീണിട്ട് അപകടങ്ങൾ ഉണ്ടായി. ശരിക്കും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് പലയിടത്തും സൈഡ് വാളുകൾ കെട്ടിയത് എന്നതൊരു വസ്തുതയാണ്. കാരണം അവിടെയൊക്കെ തന്നെ നമുക്ക് ഫ്ലൈ ഓവർ പോലെ തൂണുകൾ കൊടുത്തു പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ മണ്ണ് കുത്തി നിറച്ച് സൈഡ് വാൾ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ അത് പ്രായോഗികമല്ല. പലയിടങ്ങളിലും എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്, പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്കും ഇത് തള്ളി പുറത്തേക്ക് വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകട സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ റീജിയണിലൊക്കെ പലയിടങ്ങളിലും ഇങ്ങനെ സൈഡ് വാൾ അടിച്ചു പൊക്കി കെട്ടി വെച്ചിരിക്കുന്ന പരിപാടിയൊക്കെ കാണുമ്പോൾ തന്നെ പേടി തോന്നും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പാകപ്പിഴയുണ്ട് അല്ലെങ്കിൽ അതിൽ അപാകത വന്നിട്ടുണ്ട് എന്നതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നതാണെന്നും മനസ്സിലാക്കാനുള്ള വിവരം പക്ഷേ നമ്മളിൽ പല മലയാളികൾക്കും ഇല്ല. നമ്മൾ ഉടനെ തന്നെ ഇന്ത്യയിൽ ഇത് സംഭവിച്ചു, ഇതോടെ തീർന്നു, കണ്ടില്ലേ പാലം പൊളിഞ്ഞു വീഴുന്നു, പണി മോശമാണ്, ഇത് മൊത്തത്തിൽ അഴിമതിയാണ്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ഇവർ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ചൈനയാണ്. കണ്ടില്ലേ ചൈനയെ കണ്ട് പഠിക്കണം, ചൈന ആനയാണ്, ചേനയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൈനയെ അങ്ങ് അടിച്ചു പോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ വളരെ പ്രശ്നമുള്ളതായിട്ട് അതിനെ വരുത്തി തീർക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഈ എൻജിനീയറിംഗ് വിസ്മയം എന്നൊക്കെ പറഞ്ഞ ഒരു നിർമ്മിതിയെ നമ്മൾ പുകഴ്ത്തുമ്പോൾ എത്ര തവണ ഫെയിലായിട്ടായിരിക്കും അല്ലെങ്കിൽ എത്ര പരാജയങ്ങൾ നേരിട്ടായിരിക്കും ഇന്ന് കാണുന്ന പല ബൃഹത്തായ നിർമ്മിതികളും ഈ കാണുന്ന രൂപത്തിലൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നും നമ്മൾ ചെന്ന് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ വിചാരിക്കുന്ന പോലെ സക്സസ് ആവണമെന്നൊന്നുമില്ല. ഒന്ന് പ്രകൃതിയെ മനസ്സിലാക്കുന്നതിൽ എഞ്ചിനീയർമാർക്ക് വീഴ്ച പറ്റാം, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ കണക്കൂട്ടൽ തെറ്റാം. ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്ക് തെറ്റുകൾ സംഭവിക്കാം. അതിനി ഏത് വലിയ കൊമ്പത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാലും, എത്ര വലിയ ബുദ്ധിമാനായിക്കോട്ടെ, എത്ര വലിയ എഞ്ചിനീയർ ആയിക്കോട്ടെ, എല്ലാവർക്കും തെറ്റുകൾ പറ്റാം, കണക്ക് കൂട്ടലുകൾ തെറ്റാം. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു കെട്ടിട നിർമ്മാണമായിക്കോട്ടെ അല്ലെങ്കിൽ റോഡുകളുടെ നിർമ്മാണമായിക്കോട്ടെ, ഇതിനൊക്കെ അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ സംഭവിച്ചു കൂടായികയുമില്ല. മനുഷ്യനല്ലേ, ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. നമ്മൾ നടക്കുമ്പോൾ തന്നെ ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി ഇറങ്ങി ഓടുകയല്ലല്ലോ ചെയ്യുന്നത്. 100 തവണ അവൻ നടക്കാൻ ആദ്യം എഴയും, പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, പലതവണ വീഴും, ചിലപ്പോൾ പരിക്ക് പറ്റും. അങ്ങനെയൊക്കെ ചെയ്താണ് ശരിക്കും നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിലപ്പോഴൊക്കെ വീഴ്ചകൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിർമ്മിതികളിൽ സംഭവിക്കാം. അത് ചൈനയ്ക്കും സംഭവിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ ചിലപ്പോൾ പാലങ്ങളിൽ വിള്ളലുകൾ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ആ എൻറ്റയർ പ്രോജക്റ്റ് മൊത്തത്തിൽ മുങ്ങിപ്പോയി മൊത്തത്തിൽ അപാകതയാണെന്ന് പറയാൻ പറ്റില്ല. ചിലയിടങ്ങളിൽ സംഭവിക്കുന്ന നിർമ്മാണത്തിലെ അപാകതയോ കണക്കുകൂട്ടലിൽ വരുന്ന വീഴ്ചയോ ഒക്കെ ആവാം. ചിലപ്പോൾ അഴിമതിയും ആകാം, ചില സ്ഥലങ്ങളിൽ അതും സംഭവിക്കാം. പക്ഷെ അത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല. മറ്റൊന്ന്, ചൈന എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന മോഡലുണ്ട്. അതിൻ്റെ അപകടം വളരെ വലുതാണ്. നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 5ഉം 6ഉം നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഫ്ലൈ ഓവറുകളോ അല്ലെങ്കിൽ റോഡുകളോ ഒക്കെ പണിത് ഭയങ്കര കാണുമ്പോൾ നല്ല രസമൊക്കെയാണ്, പണി തീർന്ന് കിടക്കുന്നത് കാണുമ്പോൾ. പക്ഷെ അതൊക്കെ
ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോങ് ടേമിലേക്ക് അതൊരു ബാധ്യതയാണ്. ഇതുപോലെ നിന്ന നിൽപ്പിൽ ഇടിഞ്ഞു താഴെ പോവും, ഒരു സംശയവും വേണ്ട അതിനകത്ത്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാം. മാത്രമല്ല ഈ കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് നിർമ്മിതികൾ ഇങ്ങനെ കുന്നുപോലെ ഉണ്ടാക്കി അടുത്തടുത്തായിട്ട് വയ്ക്കുന്നതൊക്കെ ഒരു ശരിയായ വികസന മാതൃകയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഓരോ പ്രദേശത്തും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ ശൈലികളും ആ കാലാവസ്ഥയ്ക്കും ആ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ രീതികളും ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെതായ തനതായ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചാലും മതി. ഒരു നാട് സമ്പന്നമാണെന്നും വികസിതമാണെന്നും കാണിക്കാനായിട്ട് അങ്ങ് ജപ്പാനിലോ അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളായിട്ടുള്ള ന്യൂയോർക്കിലോ വാഷിങ്ടണിലോ അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യയിലെ തലസ്ഥാനമായ മോസ്കോയിലോ അല്ലെങ്കിൽ അറബ് നാടുകളിൽ വികസിതമായ ദുബായിലോ അല്ലെങ്കിൽ ചൈനയിലുള്ള പട്ടണങ്ങളിലോ ഉള്ളതുപോലെ ബഹുനില കെട്ടിടങ്ങളും നിറയെ ലൈറ്റുകളും വീതിയുള്ള റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഒരു നാട് വികസിത നാടാകൂ എന്ന ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം. യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട്. ലക്സംബർഗ് അടക്കം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇന്നത്തെ ചൈനയെക്കാളും അല്ലെങ്കിൽ അമേരിക്കയെക്കാളും ഒക്കെ സമ്പന്നമാണ്. പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ 2 ലക്ഷം US$ ഉള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന നാടുകളാണ്. പക്ഷെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഭൂപ്രകൃതിക്ക് ഇണങ്ങുന്ന പരമ്പരാഗത ശൈലിയിലുള്ള നിർമ്മാണ രീതികളും കാര്യങ്ങളും ഒക്കെയാണ് അവരൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ബഹുനില കെട്ടിടങ്ങളും മറ്റേ പല നിറങ്ങളിലുള്ള ലൈറ്റുകളും മോഹിപ്പിക്കുന്ന വർണ്ണങ്ങൾ ചാലിച്ച പട്ടണങ്ങളുമൊക്കെയാണ് വികസനത്തിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. ഈ കെട്ടിപ്പൊക്കി വയ്ക്കുന്ന പാലങ്ങളും കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ എന്തായാലും അതിനകത്തൊരു അപകട സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ നാടിൻ്റെയും ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം കൊണ്ടുവരുന്നത് തന്നെയാവും നല്ലത്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചുള്ള പല വാർത്തകളും നമ്മൾ കാണാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയിട്ട് നോക്കിയാൽ മതി. ചൈനയിൽ ഒരു ദിവസം നടക്കുന്ന അപകടങ്ങൾക്ക് കൈയും കണക്കുമില്ല. നിരന്തരം അപകടങ്ങൾ നടക്കുന്നുണ്ട്. ചൈന പലപ്പോഴും ഇത് പ്രസിദ്ധീകരിക്കാതെ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ചില മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ മാത്രമാണ് അത് ഈ ഹോങ്കോങ് ആസ്ഥാനമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കുറേയൊക്കെ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ടുകൾ എഴുതുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പല മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. ചൈന എപ്പോഴും തങ്ങളൊരു വലിയ സംഭവമാണ് എന്ന രീതിയിൽ അവരെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ലോകത്തിന്റെ മുന്നിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചൈന ഇങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ വരാതിരിക്കാൻ ശ്രമിക്കും. എന്നാലും നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ വെറുതെ ഒന്ന് പോയി നോക്കുക, അപ്പോൾ മനസ്സിലാവും ഒരു ദിവസം എത്രമാത്രം കെട്ടിടങ്ങളാണ് അല്ലെങ്കിൽ പാലങ്ങളും റോഡുകളുമാണ് ചൈനയിൽ പൊളിഞ്ഞു വീഴുന്നത് എന്ന്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്. ചൈന നമ്മളെക്കാൾ എത്ര സമ്പന്നമാണ്, എത്ര ഡെവലപ്ഡ് ആണ്, എന്നിട്ടാണ് ചൈനയിൽ ഈ അവസ്ഥ. അപ്പൊ ഇന്ത്യ ആണെങ്കിലോ, ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. സോ നമ്മളിപ്പോഴും ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇനിയും ഡെവലപ്പ് ആകാനുണ്ട്. നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ചെറിയ അപകടങ്ങളെ പോലും നമ്മൾ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് ചൈനയെ കണ്ട് പഠിക്കൂ എന്ന് പറയുമ്പോൾ ചൈനയിൽ ഇതിന്റെ അപ്പുറം നടക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ അറിയണം. നമ്മുടെ മാധ്യമങ്ങളിൽ അതൊന്നും വരാത്തത് പ്രധാനമായിട്ടും ചൈനയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വരുന്നത് വളരെ കുറവാണ്. കാരണം ചൈന ഇന്ത്യയെപ്പോലൊരു ജനാധിപത്യ രാജ്യമല്ല. അവിടെ ഭരണകൂടം എന്ത് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേ പുറത്തു പോകൂ. ഭരണകൂടം ഒരു വാർത്ത പുറത്തു പോകരുതെന്ന് ആഗ്രഹിച്ചാൽ അത് പുറത്തു പോവില്ല. ഇന്ത്യ അങ്ങനെയല്ല, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും വരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചൈനയിലില്ല. ആ വ്യത്യാസമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.